അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടാൻ പറ്റിയ ഒരു മന്ത്രത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർ പറയുന്ന മന്ത്രങ്ങളെല്ലാം 21 ദിവസം 21 പ്രാവശ്യം 101 പ്രാവശ്യം 108 പ്രാവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാകെപ്പാടെ 3 പ്രാവശ്യം ജപിച്ചാൽ മാത്രം മതിയാകും. അപ്പം നമുക്ക് എന്താഗ്രഹമാണോ സാധിക്കാനുള്ളത് അത് സാധിച്ചു കിട്ടും. പിന്നെ കുറെ പേര് പറയും, പിന്നെ മന്ത്രവും ജപിച്ചോണ്ടിരുന്നാ മതിയല്ലോ, ജോലിക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്നാ മതിയല്ലോ എന്ന് പറയും. പക്ഷേ നമ്മൾ മന്ത്രവും ജപിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിക്കത്തില്ല. നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, അല്ലേ? അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. പിന്നെ ചിലവർക്ക് എന്തെങ്കിലും ഇപ്പം ജോലി ആവട്ടെ, അല്ലെങ്കിൽ കല്യാണം ആകട്ടെ, എന്തെങ്കിലും കാര്യമാകട്ടെ, അല്ലെങ്കിൽ ഒരു അസുഖമാകട്ടെ, ഈ അസുഖം നമ്മളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ ആകട്ടെ. അപ്പം നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഇതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണം എത്തിച്ചേരുന്നില്ല, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല. അപ്പം ഇതിനകത്ത് പറയുന്ന ആകെ ഒരു കുഞ്ഞു മന്ത്രമാണ്, ഒരു ചെറിയ മന്ത്രമാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധ്വാനിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് നല്ല വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വീഡിയോ കാണാൻ പോയാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു. അടുത്ത പരിപാടി നമ്മുടെ ഉച്ചയ്ക്ക് കറികൾ തല്ലിക്കൂട്ടുക എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സാമ്പാർ വെക്കാമെന്ന് ഓർത്തു. പരിപ്പും ഉള്ളിയും കൂടെ ഞാൻ നേരത്തെ വേവിച്ചു. പിന്നെ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നു, ഇനി ചേർത്താൽ മതി. ഇപ്പം ഞാനേ വെണ്ടയ്ക്ക എണ്ണയ്ക്കകത്ത് വഴറ്റിയിട്ടാണ് ഇട്ടത് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെണ്ടയ്ക്കയ്ക്ക് ഭയങ്കര കൊഴുപ്പിറങ്ങിയിട്ട് സാമ്പാർ അങ്ങ് ഭയങ്കര കൊഴുത്തിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക അങ്ങനെ വഴറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തുനിന്ന് പുളിയും നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കൂർക്കയാണ് ഞാൻ എടുത്ത് വെച്ച എൻ്റെ മിക്സിയിരിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു മെഴുക്കുവരട്ടി, സാമ്പാർ, പിന്നെ നമ്മുടെ മത്തി കറി, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീൻ വറക്കാൻ ഇരിപ്പുണ്ട്. അപ്പം അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. മീൻ വറക്കാൻ വെച്ചിരിക്കുന്നു. അത് പിന്നെ കുറച്ച് മീൻ ഞാനിപ്പം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് ചെറിയ അയിലക്കുഞ്ഞൊക്കെ ഇത് വെട്ടണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മീൻ കിട്ടിയത്. അപ്പം കുളിച്ച് കഴിഞ്ഞുകൊണ്ട് അത് വെട്ടാനോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയുണ്ട്, ഇല്ലാടിയില്ല കേട്ടോ. അപ്പം നമുക്ക് സാമ്പാറിന് എന്തായാലും ചേർത്ത് കൊടുക്കാം. സാമ്പാർ വെന്തു. ഇവരുടെ സാമ്പാർ പൊടി ഞാൻ എടുക്കുന്നത് കേട്ടോ. പരസ്യത്തിന് വേണ്ടി കാണിച്ചൊന്നുമല്ല, പക്ഷേ ഇവരുടെ സാമ്പാർ പൊടി നല്ല, എനിക്കിതാ ഇഷ്ടം. വേറെ അതിനോട് ഇപ്പം എൻ്റെ മേത്ത് തെറിച്ചു വേറെ സാമ്പാർ പൊടിയോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എവിടെ പോണു രഘുനാഥേ? ബ്രാഹ്മിൺ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ. എവിടെ പോണു? ഓക്കെ, ഇറങ്ങണം. ആണോ? മതി. അപ്പൊ പുളി ഈ പൊടി കലക്കിയിട്ട് ഇപ്പം നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി കേട്ടോ. നമ്മുടെ സാമ്പാർ പെട്ടെന്ന് തന്നെ റെഡിയായില്ലേ. പിന്നെ മീൻ വറക്കാൻ വെച്ചു. കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ട്, പിന്നെ തൈരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ. എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ? നമ്മുടെ ജോലി മീനും കൂടെ വെച്ചാൽ നമ്മുടെ പരിപാടി അല്ല. പപ്പടം കൂടെ കാച്ചണം കേട്ടോ. കുറച്ച് പപ്പടം ഇരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് കാച്ചാം. അപ്പം
ഇനി ഇവിടെ ഇരിക്കട്ടെ. പപ്പടം ഇപ്പുറത്തോട്ട്. ഒരു മണിക്കൂർ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ തീരും അല്ലേ. രാവിലെ ഒരു മഴക്കാറൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ശരിക്കും നല്ല വെയിലായി. വെയിലിന് നല്ല ചൂടുവാ. പപ്പടം ഇട്ട് തരാം. നമ്മുടെ സ്വന്തം കരിവേപ്പില. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ട് ഒരുപാട് നാളായല്ലേ. വരാൻ കേട്ടോ. ഞാൻ വരുന്നതായിരിക്കും. ഒരു മിനിറ്റ് വരുന്നത്. പപ്പടം കാച്ചാം. അടുക്കളയിൽ നിന്നിട്ട് ചൂട് സഹിക്കാൻ മേല. ഭയങ്കര ചൂട് കേട്ടോ. ആ പപ്പടം ചുളുങ്ങിയും പോയി. സാരമില്ലല്ലേ, നമ്മൾ പൊടിച്ചല്ലേ കഴിക്കാൻ. നേരം വെളുത്താൽ ഇതൊക്കെ തന്നെ നമ്മുടെ ജോലികൾ. ജോലിക്ക് കഴിഞ്ഞു എല്ലാവരുടെയും. മണി 11 ആയതേ ഉള്ളൂ കേട്ടോ. 11 മണി ആയതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ജോലിയൊക്കെ ഏകദേശമൊക്കെ കഴിയാറായി. കുറേ ദിവസമായി പപ്പടം വാങ്ങിച്ചിട്ട്. എന്നും കാച്ചണം എന്ന് വിചാരിക്കും, പക്ഷേ എങ്കിൽ അങ്ങ് വിട്ടു. പിന്നെ എന്തായാലും കാച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു ദിവസം ടൗണിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ പപ്പടം വിറ്റുകൊണ്ട് നടക്കുന്നതല്ലേ. അപ്പം നമുക്ക് സങ്കടം വരത്തില്ല. അങ്ങനെ സങ്കടം വന്ന് വാങ്ങിച്ച പപ്പടം ഇത് കേട്ടോ. എനിക്ക് വേറെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നേ. അതിരിക്കുമ്പോഴാണ് പുള്ളി വന്നിട്ട് പപ്പടം പറഞ്ഞത്. അപ്പം നമുക്കൊരു സങ്കടവും. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുന്ന കാര്യം അല്ലേ. അല്ലാണ്ട് ആരെയും മുഴുവനൊന്നും സഹായിക്കാൻ ആരെ കൊണ്ടും നടക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ സഹായവുമായി നമുക്ക് പപ്പടം കിട്ടുകയും ചെയ്യും അല്ലേ. കഴിഞ്ഞു. ഇനി നമ്മുടെ കുറിച്ചിയും കൂടെ മറിച്ചിട്ട് കൊടുക്കണം. അതോടെ കഴിഞ്ഞു. ഞാനിത് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇല്ലെങ്കിലേ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോകും. ഇത് മറിച്ചിടാനൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാം. ഈ മന്ത്രം ചൊല്ലേണ്ട രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ എഴുന്നേൽക്കത്തില്ലേ, രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ ആ ബെഡിൽ തന്നെ ഇരുന്ന് ചമ്പ്രം തടഞ്ഞിരുന്നിട്ട് 3 പ്രാവശ്യം ചൊല്ലാം. ഇല്ലെങ്കിൽ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ബെഡിൽ കയറിയിട്ട് ബെഡിലിരുന്ന് ചൊല്ലാം. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമൊന്നുമില്ല. ഇതുപോലെ ചൊല്ലിയാൽ മതി. അപ്പം നമ്മൾ ഇത് 3 പ്രാവശ്യം ചൊല്ലണം. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാവും. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ആഗ്രഹമാണോ നമ്മുടെ മനസ്സിൽ കണ്ടിരിക്കുന്നത് ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടും. അതായത് സാധിച്ചു കിട്ടാൻ പ്രപഞ്ച ശക്തിയോട് നമ്മൾ പറയും അല്ലേ. പ്രപഞ്ചം, യൂണിവേഴ്സ് അതല്ലേ. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോഴേ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. അങ്ങനെ 3 പ്രാവശ്യമാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത്.
അപ്പം ഈ മന്ത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? ഓം ക്ലീം നമ, അത്രേ ഉള്ളൂ. അത് 3 പ്രാവശ്യം ചൊല്ലുക. ഒന്നുകൂടെ ഞാൻ ഈ മന്ത്രം പറയാം. ഓം ക്ലീം നമ. ഞാൻ എഴുതി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മന്ത്രം. ഓം ക്ലീം നമ. ഇതൊരു 3 പ്രാവശ്യം ചൊല്ലുക. നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടും. അതായത് നമ്മൾ കുറേ നാളായിട്ട് ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഓടി 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 അലയുവാണ്. ജോലിയുടെ കാര്യം ഒന്നും ശരിയാകുന്നില്ല. അപ്പം നമ്മൾ ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കിക്കേ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള ദൈവത്തിലുള്ള ബീജമന്ത്രമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പം അതിൻ്റെ പിന്നിൽ ഇതുപോലത്തെ കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹമൊക്കെ നമുക്ക് സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ കല്യാണം, ഒരുപാട് നാളായിട്ട് കല്യാണം ഇങ്ങനെ എൻ്റെ മോന് കല്യാണം ഒന്നും നടക്കുന്നില്ലല്ലോ, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ മക്കളുടെ കല്യാണം നടന്ന് കാണണം എന്നുള്ളതല്ലേ. അപ്പം ആ ആഗ്രഹം നമ്മൾ കഷ്ടപ്പെടുക. അതിൻ്റെ കൂടെ ഈ ബീജമന്ത്രവും ചൊല്ലിപ്പോകുക. 3 പ്രാവശ്യം ചൊല്ലുക. ഒരുപാട് പ്രാവശ്യമൊന്നും ചൊല്ലേണ്ട ഒരു കാര്യവുമില്ല. അപ്പം ഈ 3 പ്രാവശ്യം ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചൊല്ലാൻ പറ്റും. അപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ, മന്ത്രം ആദ്യം ചൊല്ലുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ബെഡിൽ ചമ്രം പടഞ്ഞിരിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇതങ്ങ് ചൊല്ലി തുടങ്ങരുത്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം, ഇപ്പം നമുക്ക് ഒരു ജോലിയാണ് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയണം. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദേവന്മാർ, അതാരെങ്കിലും ആകട്ടെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ട ദേവനും ദേവിയൊക്കെ കാണുമല്ലോ. അതെന്തായാലും അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ എന്താണ് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഗ്രഹം അത് നടന്ന് കിട്ടണേ എന്നല്ല പറയേണ്ടത്, അത് നമുക്ക് നടന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് ഒരു ആഗ്രഹം, നമ്മുടെ മോൻ്റെ കല്യാണം, അത് നടന്ന് കിട്ടിക്കഴിയുമ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ സന്തോഷം, അത് നമ്മൾ മനസ്സിൽ കാണുക. എന്താഗ്രഹമാണ്. ഇപ്പം ജോലിയാണെങ്കിലും നമുക്കൊരു ജോലി കിട്ടി, ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആ സന്തോഷം നമ്മുടെ മനസ്സിൽ കാണും. ജോലി കിട്ടി, ഞാൻ നല്ല വീടൊക്കെ വെച്ചല്ലോ, നേരത്തെ ഞാൻ എങ്ങനെ കിടന്നതാണ്, ഇപ്പം എനിക്ക് ജോലിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ നല്ല ഫ്ലാറ്റൊക്കെ മേടിച്ചു. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ബീജമന്ത്രം ചൊല്ലുക. 3 പ്രാവശ്യം ചൊല്ലുക. 1ാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. 2, 3 ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമ്മൾ പ്രയത്നിക്കുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾ ഇതുപോലെ ബീജ മന്ത്രമൊക്കെ ചൊല്ലുമ്പോഴും അതിൻ്റെ കൂടെ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഞാനിത് ആയിരവല്ലി മീഡിയയിൽ കണ്ടിട്ട് ഞാനത് ചെയ്ത് നോക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഒരുപാട് വിശ്വാസമായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചൊല്ലുമല്ലോ. ചൊല്ലിയിട്ട് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും കമൻറ്റ് ഇടുക. അപ്പം എല്ലാവർക്കും മനസ്സിലായോ? ഈ മന്ത്രം നിസ്സാരമായിട്ടുള്ള നമ്മുടെ ബീജമന്ത്രാണിത്. മന്ത്രം ചെറുതാണ്, അതാണ് നിസ്സാരം എന്ന് പറയുന്നത്. അധികം നീളമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ചൊല്ലി നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന ചെറിയൊരു മന്ത്രമാണ്. ഒരുപാട് നേരം ഒന്നും ഇത് ചൊല്ലേണ്ട. ആകെ 3 പ്രാവശ്യം ചൊല്ലി, ഒരുപാട് നീളമൊന്നുമില്ല, ആകെ ഇത്തിരി പോകുന്ന നീളമേ ഉള്ളൂ. ചൊല്ലി നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്ന് തന്നെ ചൊല്ലിയിട്ട് നമ്മൾ അത് ചൊല്ലുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിരുത്തി ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.